സ്നേഹിതരെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 211 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജോൺ ഫ്രാൻസിസിന് ശേഷം സഹോദരന്മാരായിരുന്ന വിശുദ്ധ മാർക്കസിനെയും മാർസലിയാനൂസിനെയും കുറിച്ചാണ് ഈ ആഴ്ച. റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരായിരുന്നു വിശുദ്ധ മാർക്കസും വിശുദ്ധ മാർസലിയാനൂസും. തങ്ങളുടെ യുവത്വത്തിൽ തന്നെ വിശുദ്ധർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. അധികം താമസിയാതെ രണ്ടുപേരും വിവാഹിതരായി. 284 ഡയോക്ലീഷ്യൻ അധികാരത്തിലേറിയപ്പോൾ അവിശ്വാസികൾ മതപീഡനം അഴിച്ചുവിട്ടു. ഇതേ തുടർന്ന് മതമർദ്ദകർ വിശുദ്ധരായ ഇരട്ട സഹോദരന്മാരെ പിടികൂടി തടവിലിടുകയും ശിരച്ഛേദം ചെയ്ത് കൊല്ലുവാൻ വിധിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ വിധി നടപ്പാക്കുന്നതിന് മുമ്പ് 30 ദിവസത്തെ കാലാവധി നേടിയെടുക്കുവാൻ വിശുദ്ധന്മാരുടെ സുഹൃത്തുക്കൾക്ക് കഴിഞ്ഞു. ഈ കാലാവധിക്കുള്ളിൽ അവർ വിജാതീയരുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ സമ്മതിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത്. വിശുദ്ധന്മാരുടെ മാതാപിതാക്കളായ ട്രാൻക്വിലിനീസും മാർഷയും അതീവ ദുഃഖത്താൽ തീരുമാനം മാറ്റുവാൻ വിശുദ്ധരോട് കണ്ണുനീരോടുകൂടി കെഞ്ചി അപേക്ഷിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബാസ്റ്റ്യൻ ഉടനടി തന്നെ റോമിലെത്തുകയും ദിവസവും വിശുദ്ധരുടെ മാതാപിതാക്കളെ സന്ദർശിക്കുകയും അവർക്ക് ധൈര്യം പകർന്നു നൽകുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചകളുടെ ഫലമായി വിശുദ്ധരുടെ പിതാവും മാതാവും ഭാര്യമാരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. കൂടാതെ നിക്കാസ്ട്രാറ്റസ് എന്ന പേരായ പൊതുരേഖകളുടെ എഴുത്തുകാരനും ക്രോമാറ്റിയൂസ് എന്ന ന്യായാധിപനും വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വന്നു. ക്രോമാറ്റിയൂസ് ആകട്ടെ തന്റെ ന്യായാധിപ പദവി ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധരെ സ്വതന്ത്രരാക്കി. രാജകൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി വിശുദ്ധരെ രാജകൊട്ടാരത്തിൽ തന്റെ മുറിയിൽ ഒളിവിൽ പാർപ്പിച്ചു. എന്നാൽ ഒരു വഞ്ചകൻ ഇക്കാര്യം ഒറ്റിക്കൊടുത്തതിന്റെ ഫലമായി വിശുദ്ധരെ പിടികൂടി വീണ്ടും തടവിലിടുകയും ചെയ്തു. ക്രോമാറ്റിയൂസിന്റെ പിൻഗാമിയായി നിയമിതനായ ഫാബിയാൻ വിശുദ്ധരെ തൂണുകളിൽ ബന്ധനസ്ഥരാക്കി കാലുകൾ തൂണുമായി ചേർത്ത് ആണിയടിക്കുവാൻ ഉത്തരവിട്ടു. ഒരു രാത്രിയും പകലും വിശുദ്ധന്മാർ ഈ നിലയിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം വിശുദ്ധരെ അവർ കുന്തം കൊണ്ട് ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയരാക്കി. 286 വിശുദ്ധർ രക്തസാക്ഷിത്വം വരിച്ചത്. 1782 റോമിലെ വിശുദ്ധ ക്രോവാസിന്റെയും വിശുദ്ധ ഡാമിയന്റെയും ദേവാലയത്തിൽ രക്തസാക്ഷിയായിരുന്ന വിശുദ്ധ ഫെനിക്സ് രണ്ടാമൻ പാപ്പയുടെ ശവകുടീരത്തിന് സമീപമായി ഈ രണ്ട് വിശുദ്ധരുടെയും അവരുടെ പിതാവായിരുന്ന വിശുദ്ധ ടാർക്കുലീസിനെയും ശവകുടീരങ്ങൾ കണ്ടെത്തി. ഈ വിശുദ്ധരുടെ മധ്യസ്ഥത്താൽ ബാഡജോസ് പട്ടണം പലവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ സ്പെയിനിൽ ഈ വിശുദ്ധരെ പ്രത്യേകമായി ആദരിച്ചു വരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നേട്ടങ്ങൾക്കിടയിലെ എല്ലാ കരഘോഷങ്ങൾക്കിടയിലും കാതോർത്തിരിക്കുന്ന ചിലരുണ്ട്. കരുതലോടെ നമുക്കൊപ്പമുള്ളവർ, ഗുരുവായും സുഹൃത്തായും വിമർശക ബുദ്ധിയോടെ സത്യസന്ധതയോടെയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നവർ. കൈയടിക്കുന്നവർ മാത്രം പോരാ, ഇതുപോലെ കരുത്തറിഞ്ഞ് കൈപിടിക്കുന്നവരും വേണം. ആത്മീയതയിൽ അധിഷ്ഠിതമായി സത്യസന്ധമായി സ്വയത്തെ ഒത്തുനോക്കുന്നവർ തീർത്തും ലക്ഷ്യത്തിലെത്തും. ഏവർക്കും നന്ദി.